നിങ്ങളുടെ വീട്ടിൽ പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗൾ നിറയെ ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പഴുത്ത മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഞാനിതാ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. ഈ ബൗളൊക്കെ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. ഇനി വിപ്പിംഗ് ക്രീം മൊത്തമായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കേക്കിനൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പോലെ ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രക്കൊന്നും ഫ്ലഫി ആക്കണ്ട. അപ്പോൾ ഇതൊരു പാകത്തിന് മതി. ഇനി ഇതാക്കണം, കുറച്ച് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും അടിക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി. ഞാനിത് ബീറ്റർ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചില്ല, അത് ഇതിൻ്റെ ഇടയിലും അതുപോലെ തന്നെ കുറച്ച് മുകളിലുമായിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല സെറ്റായതിന് ശേഷം അവിടെ എടുത്തിട്ടുണ്ട്. അപ്പം വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.